നമസ്കാരം. ഭഗവാന്റെ കഥകൾ കേൾക്കുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രമാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് പോലും. ഭഗവാന്റെ കഥകൾ പറയുവാൻ സാധിക്കുന്നതും ഭാഗ്യമായി തന്നെ കരുതുന്നു. ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതും ഏവരും വീണ്ടും വീണ്ടും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു കഥയെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. ഒരു ദിവസം കുചേലന്റെ അഥവാ സുധാമാവിന്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ഒരു നേരത്തെ ആഹാരം കൂടി കഴിക്കാനില്ലാതെ കഷ്ടപ്പെടുകയല്ലേ? ജീർണിച്ച് പഴകിയ നമ്മുടെ ഈ കുടിൽ എപ്പോഴാണ് തകർന്ന് വീഴുക എന്ന് പോലും അറിയില്ല. മാറിയുടുക്കാൻ ഒരു നല്ല വസ്ത്രം പോലും നമുക്കില്ല. ഇത്രയും കഷ്ടത്തിൽ കഴിയുന്ന നമ്മളെ ഭഗവാൻ ഒന്ന് കടാക്ഷിക്കാത്തത് എന്താണ്? അങ്ങനെയാണ് എങ്കിൽ അതല്ല സദാസമയവും പൂജയും നാമസങ്കീർത്തനവുമായി അങ്ങ് കഴിയുന്നു. അങ്ങയുടെ സതീർത്ഥ്യനും ലോകനാഥനായ കൃഷ്ണൻ എത്രയോ ബ്രാഹ്മണർക്ക് സഹായം നൽകുന്നു. എത്രയോ ബ്രാഹ്മണർ ദ്വാരകയിൽ പോയി ധനം കൊണ്ടുവരുന്നു. കൃഷ്ണൻ അത്യന്തം ദാനശീലനാണ് എന്ന് പലരും പറയുന്നു. ഭവതി പറഞ്ഞതെല്ലാം ശരി തന്നെ. പക്ഷേ വിദ്വാനായ വിപ്രൻ ഭിക്ഷ യാചിക്കുന്നത് നിഷിദ്ധമാണ്. ഞാൻ എങ്ങനെയാണ് കൃഷ്ണനോട് എന്തെങ്കിലും യാചിക്കുക? ഓരോ മനുഷ്യരും അവരുടെ കർമ്മഫലം അനുഭവിച്ച് തീർക്കുക തന്നെ വേണം. നമ്മുടെ ദാരിദ്ര്യത്തെ പറ്റി സർവജ്ഞനായ അവിടുന്ന് അറിയാതിരിക്കുമോ? ഭഗവാൻ നമുക്ക് തരുന്നില്ല എങ്കിൽ നാം അതിന് അർഹരല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഐഹിക സുഖങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ ആ കരുണാമയനെ പൂജിക്കുന്നത്. ഭക്തന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞുകൊണ്ട് ചോദിക്കാതെ തന്നെ നൽകുന്നവനാണ് ആ കരുണാമൂർത്തി എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ദാതാവും കൃപാനിധിയുമായ ഭഗവാനോട് ഞാൻ യാചിച്ചാൽ ഞാൻ പിന്നെ എങ്ങനെ അദ്ദേഹത്തിന്റെ മിത്രമാകും? പകരം ഞാനൊരു യാചകൻ മാത്രമേ ആവുകയുള്ളൂ. ഞാൻ ഭഗവാൻ കൃഷ്ണനെ ധ്യാനിച്ച് തൃപ്തിയടഞ്ഞുകൊള്ളാം. അദ്ദേഹത്തിന്റെ പത്നി വിനയത്തോടെ വീണ്ടും പറഞ്ഞു, നാഥ, അങ്ങ് ദ്വാരകാപുരി വരെ ഒന്ന് പോയി വരൂ. വളരെ കാലമായി കണ്ടിട്ടില്ലാത്ത അങ്ങയുടെ കൃഷ്ണനെ ഒന്ന് കണ്ടുവരിക. അങ്ങ് അദ്ദേഹത്തോട് ഒന്നും യാചിക്കേണ്ട. ഭഗവാൻ കണ്ടാൽ തന്നെ നമ്മുടെ ദുഃഖങ്ങൾ ഇല്ലാതാകും. പ്രിയേ, രാജാക്കന്മാരും ദേവ ഗന്ധർവ കിന്നരന്മാരും ആജ്ഞ കൂടാതെ ചെല്ലാൻ മടിക്കുന്നിടത്ത് ദീനനും വൃദ്ധനുമായ ഞാൻ എങ്ങനെ കയറി ചെല്ലും? അങ്ങയുടെ വരവ് ഇപ്പോൾ തന്നെ അങ്ങയുടെ കൂട്ടുകാരൻ അറിഞ്ഞിട്ടുണ്ടാകും. ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ പറ്റി എത്രയെത്ര കഥകളാണ് കേൾക്കുന്നത്. അവസാനം തന്റെ പത്നിയുടെ പ്രേരണയാൽ കുചേലൻ അഥവാ സുധാമാവ് ദ്വാരകയിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്തായാലും അവിടം വരെ പോയാൽ കൃഷ്ണനെ ഒന്ന് കാണാമല്ലോ. അഥവാ കൃഷ്ണൻ എന്തെങ്കിലും തന്നാൽ അത് കൊണ്ടുവന്ന് നിനക്ക് തരാം. പക്ഷേ എൻ്റെ മിത്രത്തോട് ഞാൻ യാചിക്കുന്നത് ധർമ്മമല്ല. രാജാവായ അദ്ദേഹത്തിനെ കാണാൻ വെറും കൈയോടെ പോകുന്നത് ഉചിതവുമല്ല. അതുകൊണ്ട് ഭഗവാന് കാഴ്ചവയ്ക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകേണ്ടേ? നാഥ, ഇവിടെ ഒരു മണി ധാന്യം പോലുമില്ല. ദ്വാരകനാഥനായ കൃഷ്ണന് എന്താണ് തരിക? ഒടുവിൽ അയൽ വീടുകളിൽ പോയി ആ പതിവ്രത കുറച്ച് നെല്ല് യാചിച്ച് കൊണ്ടുവന്ന് കുത്തി അവിലാക്കി ഒരു കീറിയ തുണിയിൽ കെട്ടി ഭഗവാന്റെ കയ്യിൽ കൊടുത്തു. കുചേലൻ നല്ലവണ്ണം കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് അഥവാ സുധാമാവ് നല്ലവണ്ണം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് സുധാമാവ്
ദ്വാരകയിലെത്തി. ആരോടാണ് കൃഷ്ണനെ അന്വേഷിക്കേണ്ടത്, എവിടെയാണ് പോകേണ്ടത് എന്നറിയാതെ കണ്ടവരോടെല്ലാം ശ്രീകൃഷ്ണ മന്ദിരം എവിടെയാണ് എന്ന് അന്വേഷണവും തുടങ്ങി. ഇത് കേട്ട കാവൽക്കാരൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, ഇവിടെ എല്ലാ ഗൃഹങ്ങളിലും കൃഷ്ണൻ വസിക്കുന്നു. സുധാമാവ് അടുത്ത് കണ്ട ഒരു മണിമാളികയിലേക്ക് നടന്നു തുടങ്ങി. ദൂരെ നിന്നേ നടന്നു വരുന്ന തന്റെ പ്രിയ മിത്രത്തെ കണ്ട കൃഷ്ണൻ അവിടെ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റു. ഓടി വന്ന് പ്രേമാശ്രുക്കൾ ഒഴുകുന്ന കണ്ണുകളോടെ തന്റെ സതീർത്ഥ്യനെ ഗാഢാഗാഠം ആലിംഗനം ചെയ്തു. സുധാമാവിന്റെ കൈയും പിടിച്ച് ഭഗവാൻ അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു. സ്വർണ പാത്രത്തിൽ വെള്ളമെടുത്ത് ലോകത്തിന്റെ നാഥൻ തന്റെ ഭക്തനും പ്രിയ സുഹൃത്തുമായ സുധാമാവിന്റെ കാൽ കഴുകി ആ തീർത്ഥം മൂർധാവിൽ തളിച്ചു. കൃഷ്ണനാൽ ആദരിക്കപ്പെട്ട ഒരു ബ്രാഹ്മണൻ വന്നിട്ടുണ്ട് എന്നറിഞ്ഞ ഭഗവാന്റെ പത്നിമാരെല്ലാം അങ്ങോട്ട് ഓടിയെത്തി. കാൽ കഴുകിയതിനു ശേഷം കുചേലനെ അഥവാ സുധാമാവിനെ തന്റെ കട്ടിലിലിരുത്തി പുഷ്പങ്ങൾ കൊണ്ടും തുളസീദളം കൊണ്ടും പൂജിച്ചു. കൃഷ്ണപത്നിമാർ ഇതെല്ലാം കണ്ട് വിസ്മയിച്ച് തമ്മിൽ പറഞ്ഞു, ഇത്രയും സുഹൃതിയായ ഈ ബ്രാഹ്മണൻ ആരാണാവോ? ഇദ്ദേഹം എന്ത് തപസ് ചെയ്തിട്ടാണ് ഈ പുണ്യം നേടിയിരിക്കുന്നത്? നോക്കൂ, ഒരു ജ്യേഷ്ഠനെ പോലെയല്ലേ ഭഗവാൻ ഇദ്ദേഹത്തെ പൂജിക്കുന്നത്. പിന്നീട് കൃഷ്ണനും സുധാമാവും ഗുരുകുലത്തിലെ പഴയ ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഗുരുവിന്റെ ആശ്രമം വിട്ട ശേഷം നാം പിന്നീട് കണ്ടില്ല. കാലം എത്ര കഴിഞ്ഞു? അങ്ങയുടെ വിവാഹം കഴിഞ്ഞുവോ? ഗൃഹത്തിൽ എല്ലാവരും ക്ഷേമമായിരിക്കുന്നുവോ? ഭഗവാന്റെ കുശല പ്രശ്നങ്ങൾ കേട്ട സുധാമാവ് ഒന്നും മിണ്ടാതെ ഇരുന്നുള്ളൂ. തന്റെ വിഷമങ്ങൾ ഭഗവാനോട് പറയാൻ മടിച്ചു. പിന്നീട് കൃഷ്ണൻ ഗുരുകുലത്തിൽ ഗുരുപത്നി വിറകിന് പോയതും അന്ന് കാട്ടിൽ പെട്ടുപോയതും അല്ലെങ്കിൽ അകപ്പെട്ടു പോയതും പിറ്റേ ദിവസം ഗുരു നമ്മെ തിരഞ്ഞു വന്ന് നമ്മളെ അദ്ദേഹം അനുഗ്രഹിച്ച് കൂട്ടിക്കൊണ്ടുപോയത് ഓർമ്മയില്ലേ സുധാമാവേ എന്ന് ഭഗവാൻ പറഞ്ഞത് കേട്ട് സുധാമാവ് പറഞ്ഞു, കൃഷ്ണ, അങ്ങീ ലോകത്തിന്റെ ഗുരുവാണ്. നമ്മുടെ ഗുരുവായ സാന്ദീപനിയെ അങ്ങ് വണങ്ങുന്നത് മനുഷ്യഭാവേനയുള്ള അങ്ങയുടെ അഭിനയമാണ് എന്നെനിക്കറിയാം. ഈ വിധ സംഭാഷണങ്ങളെല്ലാം കഴിഞ്ഞിട്ടും കുചേലൻ അഥവാ സുധാമാവ് താൻ കൊണ്ടുവന്ന അവിൽക്കിഴി ഭഗവാന് കൊടുത്തതുമില്ല. ഇത്രയും തുച്ഛമായ ഒരു വസ്തു യദുകുലാധിപനായ കൃഷ്ണന് എല്ലാവരും കാണിക്കെ എങ്ങനെയാണ് കൊടുക്കുക? ലജ്ജാഭാരം കൊണ്ട് സുധാമാവ് അവിൽ ഒളിപ്പിച്ചു വച്ചു. എന്നാൽ ഭക്തവത്സലനായ ഭഗവാൻ തന്റെ ഭക്തന്റെ ആഗമന ഉദ്ദേശം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. സുധാമാവ് ഒരിക്കൽ പോലും ധനത്തിന് വേണ്ടി തന്നെ ഭജിച്ചിട്ടില്ല. മറിച്ച് മോക്ഷത്തിന് വേണ്ടി അടങ്ങാത്ത അചഞ്ചലമായ ഭക്തിയാണ് തന്നോടുള്ളത്. ദാരിദ്ര്യ ദുഃഖം സഹിക്കാൻ വയ്യാതെ വലഞ്ഞ് തന്റെ പത്നിയുടെ പ്രേരണയാൽ ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുകയാണ്. കുചേലന്റെ പത്നി എനിക്ക് വേണ്ടി കൊടുത്തയച്ച അഥവാ സുധാമാവിന്റെ പത്നി എനിക്ക് വേണ്ടി കൊടുത്തയച്ച അവിൽപ്പൊതി ലജ്ജ കൊണ്ട് എനിക്ക് തരാതെ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഏതായാലും യാചിച്ചു നോക്കാം. ഭഗവാൻ ഈ വിധമെല്ലാം ചിന്തിച്ച് സുധാമാവിനോട് ചോദിച്ചു, സുധാമാവേ, നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞു കാണുകയല്ലേ? അപ്പോൾ വീട്ടിൽ നിന്നും വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ. എത്ര കുറച്ചാണ് എങ്കിലും എൻ്റെ ഭക്തൻ അതെനിക്ക് തരുമ്പോൾ അതെനിക്ക് വളരെ വലുതാണ്. ഇങ്ങോട്ട് തരൂ. സുധാമാവ് ഇല്ലയോ, പൂവോ കായയോ വെള്ളമോ എന്ത് തന്നെയാണ് എങ്കിലും ഭക്തിയോടെ എനിക്ക് സമർപ്പിച്ചാൽ ഞാനത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും. അത്രയും മഹത്വം ഞാൻ മറ്റൊന്നിലും കൽപ്പിക്കുന്നുമില്ല. ഇങ്ങനെയൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടും സുധാമാവ് അവിൽ കൊടുക്കുവാൻ മടിച്ചു.
ഇത് കണ്ട് ഭഗവാൻ പെട്ടെന്ന് തന്നെ ഇതെന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അവിൽപ്പൊതി പിടിച്ചു വാങ്ങി. സുധാമാവേ, ഈ ലോകങ്ങളെല്ലാം എനിക്ക് വേണ്ടി സമർപ്പിച്ചാലും ഞാൻ ഇത്രയും തൃപ്തിപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിടി അവിൽ വാരി വായിലാക്കി. ഗോകുലം വിട്ടതിൽ പിന്നെ ഇത്രയും സ്വാദുള്ള അവിൽ ഞാൻ കഴിച്ചിട്ടില്ല എന്നും പണ്ട് യശോദ മാതാവിന്റെ കയ്യിൽ നിന്ന് മാത്രമേ ഇത്രയും സ്വാദുള്ള അവിൽ കിട്ടിയിട്ടുള്ളൂ. ആ ഒരു പിടികൊണ്ട് തന്നെ ഭൂമിയിൽ അനുഭവിക്കാവുന്ന സർവ ഐശ്വര്യങ്ങളുമാണ് ഭഗവാൻ സുധാമാവിന് മനസാ ദാനം ചെയ്തത്. ഇനി പാതാള സമ്പത്ത് കൂടി ദാനം ചെയ്തേക്കാം എന്ന് കരുതി ഒരു പിടി അവിൽ കൂടി വാരി വായിലിടാൻ ഒരുങ്ങിയപ്പോൾ വക്ഷസ്ഥലത്ത് നിന്നും ലക്ഷ്മി ദേവി എഴുന്നേറ്റ് ഭഗവാന്റെ തൃക്കൈ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, യാതൊരു അപരാധവും ചെയ്യാത്ത എന്നെ എന്തിനാണ് അങ്ങ് ഉപേക്ഷിക്കുന്നത്? ആ ഒരു പിടി അവിൽ കൂടി ഭഗവാൻ കഴിച്ചാൽ ലക്ഷ്മി ദേവി സാക്ഷാൽ സുധാമാവിന്റെ ദാസ്യവൃത്തി ചെയ്യേണ്ടതായി വരും. ഭക്തന്റെ ദാസ്യവൃത്തി ചെയ്യുന്നതിൽ ഒട്ടും മടിയില്ല എങ്കിലും ഭഗവാന്റെ വിരഹദുഃഖം അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നായിരുന്നു ദേവിയുടെ ഭയം. ഒരു പിടി അവിൽ കഴിച്ചതുകൊണ്ട് തന്നെ സുധാമാവ് ഇന്ദ്രന് തുല്യനായി തീർന്നു. ആ രാത്രി സുഖമായി താമസിച്ച് പിറ്റേന്ന് കാലത്ത് ഭഗവാനെ നമസ്കരിച്ച് യാത്രാനുമതി വാങ്ങി സുധാമാവ് തന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. തന്റെ ഭക്തനെ ഭഗവാൻ മാറോടണച്ച് യാത്രയാക്കി. പക്ഷേ സുധാമാവിന് ഒന്നും തന്നെ കൊടുത്തതുമില്ല. ഗൃഹത്തിലേക്ക് നടക്കുമ്പോൾ സുധാമാവ് ചിന്തിച്ചു, ഞാൻ ഒന്നും ചോദിച്ചതുമില്ല, ഭഗവാൻ എനിക്ക് ഒന്നും തന്നതുമില്ല. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് സുധാമാവ് തന്റെ ഗ്രാമത്തിൽ പ്രവേശിച്ചു. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ സുധാമാവ് അമ്പരന്ന് പോയി. ചുറ്റിലും തോരണങ്ങളും കൊടിക്കൂറകളും എല്ലാം ദ്വാരക പോലെ തന്നെ ഇരിക്കുന്നു. താൻ വഴിതെറ്റി വീണ്ടും ദ്വാരകയിൽ എത്തിയതാണോ? അല്ല, ഇത് ദ്വാരകയല്ല. ദ്വാരകയിലെ മന്ദിരങ്ങളും മറ്റും പഴയതാണ്. ഇവയെല്ലാം ഇന്നലെ പണി തീർന്നതുപോലെ ഇരിക്കുന്നു. അദ്ദേഹം ചിന്താകുലനായി തെരുവിൽ തന്നെ പകച്ചു നിന്നു. അപ്പോഴേക്കും സുധാമാവിന്റെ അയൽക്കാർ സുധാമാവിന് സ്വന്തം വീട് കാണിച്ചു കൊടുത്തിട്ടും അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞതുമില്ല. തന്റെ വീടിന് പകരം ദ്വാരകയ്ക്ക് തുല്യമായ ഒരു കൊട്ടാരം. അപ്പോഴേക്കും സുധാമാവിന്റെ പത്നി സ്വർണ പല്ലക്കിലേറി ഭർത്താവിന്റെ മുൻപിലെത്തി വണങ്ങി നിന്നു. ഇവൾ മഹാലക്ഷ്മിയെ പോലെയായി തീർന്നത് എല്ലാം കൃഷ്ണന്റെ കൃപാകടാക്ഷം. ഇതെല്ലാം കൃഷ്ണന്റെ കൃപയാണ് എന്ന് മനസ്സിലാക്കിയ സുധാമാവ് ആ സമ്പൽ സമൃദ്ധിയുടെ നടുവിലും ആസക്തിയോ ആകാംക്ഷയോ കൂടാതെ തന്റെ പത്നിയും മക്കളും കൂടി സദാ ഭഗവാനെ സേവിച്ചുകൊണ്ട് നാളുകൾ കഴിഞ്ഞു. ഇത്രയൊക്കെ തന്നിട്ടും ഭഗവാനെ ദ്വാരകയിൽ നിന്ന് പോരുമ്പോൾ ഒന്ന് സൂചിപ്പിച്ചതുപോലുമില്ലല്ലോ. ഭഗവാനെ, എല്ലാം അവിടത്തെ മായാവിലാസങ്ങൾ. എന്റെ കൃഷ്ണ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.